ഹിജ്റ 2-ാം വർഷം സന്തോഷവും ദുഃഖവും ഇടകലർന്നു വന്ന വർഷമാണ്. റമദാൻ മാസമാണ്. ഒരു മാസം മുഴുവനും നോമ്പ് നോൽക്കണം. ഫാത്തിമ മോള് വളരെ ഉത്സാഹത്തോടെ തന്നെ നോമ്പെടുക്കാൻ വേണ്ടി തയ്യാറെടുത്തു. കാരണം ബഹിഷ്കരണ കാലത്ത് എത്രയോ വിശപ്പ് സഹിച്ചതാണ്. ഇനി നോമ്പ് നോറ്റുകൊണ്ട് വിശപ്പ് സഹിക്കാം. അതിനിടക്ക് റുക്കിയ ഇത്താത്തക്ക് രോഗം ബാധിച്ചു. ഫാത്തിമ മോള് റുക്കിയ ഇത്താത്തയെ പരിചരിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടിപ്പോകും. ഉപ്പയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഓടി വരും. അങ്ങനെ വെപ്രാളം നിറഞ്ഞ ദിവസങ്ങളാണ്. ഫാത്തിമ മോളുടെ സാന്നിധ്യം റുക്കിയ ഇത്താത്തക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. മോളെ, നിന്റെ മുഖം കാണുമ്പോൾ ഞാൻ എൻ്റെ വേദന മറന്നു പോകുന്നു എന്ന് പറയുന്ന ആ റുക്കിയ ഇത്താത്തയുടെ അടുത്ത് നിന്ന് ഫാത്തിമ മോളെ എങ്ങനെ മാറി നിൽക്കും? അതിനിടക്കാണ് ഒരു വാർത്ത വന്നത്. അതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. അതായത് അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന ഒരു സൈനിക സംഘം മദീനയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. മുസ്ലിങ്ങളെ നശിപ്പിക്കുക, ഭൂമുഖത്ത് നിന്ന് ഇസ്ലാമിനെ തുടച്ചു നീക്കുക, പ്രവാചകനെ വധിക്കുക, ഇതൊക്കെയാണ് അവരുടെ പദ്ധതികൾ. മദീനയിലെ ജൂതന്മാരും മുനാഫിക്കുകളും സന്തോഷിച്ചു. കാരണം എല്ലാം അവസാനിക്കാൻ പോകുന്നു. റമദാൻ മാസം നോമ്പെടുത്ത മുസ്ലിങ്ങൾ ഒരു യുദ്ധം നേരിടേണ്ടി വരുന്നു. അൻസാറുകളും മുഹാജിറുകളും പ്രവാചകന് ചുറ്റും കൂടി. ഓരോ മുഹാജിറും ഓരോ അൻസാരിയുടെ സഹോദരനാണ്. ഓരോ അൻസാരിയും ഹിജ്റ വന്ന ഓരോ മുഹാജിറിനെ സഹോദരനായിട്ട് സ്വീകരിച്ചു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പ്രസ്താവിച്ചു: ഇതാ അലി, ഇവനാണ് എൻ്റെ സഹോദരൻ. ഓരോ അൻസാരിയും ഓരോ മുഹാജിറിനെ സ്വീകരിച്ചപ്പോൾ ഞാൻ ഇവനെ സ്വീകരിച്ചു എന്ന് സന്തോഷപൂർവ്വം പ്രഖ്യാപിച്ചു. മക്കയിൽ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം താമസിച്ചു. മദീനയിലും അങ്ങനെ തന്നെ. പലപ്പോഴും വഹീ ഇറങ്ങുമ്പോൾ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഉണ്ടാകും. ഓരോ ആയത്തുകളും അലി റളിയല്ലാഹു അൻഹുവിന് നല്ലവണ്ണം അറിയാം. അലി റളിയല്ലാഹു അൻഹു സന്ദർഭത്തിനൊത്തു ഉയർന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധി നന്നായി പ്രവർത്തിച്ചു. അബൂ ജഹലിൻ്റെ സൈന്യത്തിനെ നേരിടണം. മദീനക്ക് പുറത്തേക്ക് പുറപ്പെടുകയാണ്. കുതിരകളും ഒട്ടകങ്ങളും കുറവാണ്. ആയുധം വളരെ കുറച്ചേ ഉള്ളൂ. ഭക്ഷ്യവസ്തുക്കളും കുറവാണ്. എന്നാലും മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തേ പറ്റൂ. ഫാത്തിമ മോളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉപ്പ പുറപ്പെടുകയാണ് യുദ്ധമുഖത്തേക്ക്. മദീനയിലെ ആരോഗ്യമുള്ള പുരുഷന്മാരടങ്ങുന്ന ഒരു 313 പേരുടെ പടയാണ് പുറപ്പെടുന്നത്. ആ പട നീങ്ങിപ്പോകുന്നത് ഫാത്തിമ മോള് കണ്ടു. ഫാത്തിമ മോള് ആലോചിക്കുന്നത് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുന്നേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഉപ്പ പറഞ്ഞ കാര്യങ്ങളാണ്. ഉസ്മാൻ, നിങ്ങൾ യുദ്ധത്തിന് വരണ്ട, ഇവിടെ തന്നെ നിന്നോളൂ. റുഖിയയെ നന്നായിട്ട് ശുശ്രൂഷിച്ചോളൂ. ഇത് പറഞ്ഞാണ് ഉപ്പ പോയത്. ഇനി മദീനയിൽ വിരലിലെണ്ണാവുന്ന മുസ്ലിങ്ങളെ ഉള്ളൂ. മുനാഫിക്കുകളുടെ പരിഹാസവും യൂതന്മാരുടെ അർത്ഥം വെച്ചുള്ള ചിരിയും എല്ലാം ഫാത്തിമ മോള് കാണുന്നുണ്ട്, സഹിക്കുന്നുണ്ട്. മുസ്ലിം സൈന്യം ഇപ്പോൾ മദീന വിട്ട് വിശാലമായ മരുഭൂമിയിലൂടെ അവർ നീങ്ങിപ്പോവുകയാണ്. റമദാൻ 16-ന് മുസ്ലിം സൈന്യം ബദറിലെത്തി. ഒരു കുന്നിനപ്പുറം ഖുറൈശികളും എത്തിയിരുന്നു. ബദർ യുദ്ധം. റമദാൻ 17-ന് ഇരു സൈന്യങ്ങളും മുഖാമുഖം വന്നു. ശത്രുപക്ഷത്ത് നിന്ന് ഖുറൈശി പ്രമുഖരായ 3 പേര് മുമ്പോട്ട് വന്നു. വലീദ്, ഉത്ബത്ത്, ഷൈബത്ത്, അവരായിരുന്നു ആ 3 പേർ. അവർ ബദർ രണാങ്കണത്തിൽ വെച്ച് യുദ്ധത്തിന് വെല്ലുവിളിച്ചു മുസ്ലിങ്ങളെ. മുസ്ലിം സൈന്യത്തിൽ നിന്ന് മുഹാജിറുകളിൽപ്പെട്ട 3 പേര് രംഗത്തിറങ്ങി. അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, ഇവരായിരുന്നു ആ 3 പേർ. നീണ്ട നേരത്തെ കഠിനമായ പോരാട്ടത്തിനൊടുവിൽ വലീദിൻ്റെയും ഉത്ബത്തിൻ്റെയും ഷൈബത്തിൻ്റെയും കഥ കഴിഞ്ഞു. പിന്നീടുണ്ടായ നിർണായകമായ പോരാട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീരശൂര പരാക്രമങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഈ സമയം ഫാത്തിമ മോൾക്ക് ഉറക്കമില്ലായിരുന്നു. കാരണം റുഖിയ ഇത്താത്ത വേദന കൊണ്ട് പുളയുന്നുണ്ട്. ഫാത്തിമ മോള് ശരീരം കൊണ്ട് ഇത്താത്തയെ പരിചരിക്കുന്നുണ്ട്. മനസ്സ് മുഴുവനും ഉപ്പയുടെ സമീപത്താണ്. വീട് നിറയെ സ്ത്രീകളാണ്. എല്ലാവരും ടെൻഷനിലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലും ബേജാറ് വർദ്ധിച്ചു. റുഖിയ ഇത്താത്തയുടെ നില വളരെ മോശമായി. ഇത് കണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. റുഖിയ ഇത്താത്തൻ്റെ ശ്വാസഗതി മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. മെല്ലെ ചലനങ്ങൾ അടങ്ങി കണ്ണുകൾ അടഞ്ഞു. റുഖിയ ഇത്താത്ത ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ഫാത്തിമ മോളുടെ പ്രിയപ്പെട്ട റുഖിയ ഇത്താത്ത വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉപ്പയില്ല, വേണ്ടപ്പെട്ടവരൊന്നുമില്ല. ആ സമയത്താണ് മരണം. അവിടെ ഉള്ള ആളുകൾ മയ്യത്ത് സംസ്കരണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ഫാത്തിമ റളിയല്ലാഹു അൻഹു ദുഃഖം സഹിക്കവയ്യാതെ തളർന്നു. മയ്യത്ത് കൊണ്ടുപോകാൻ സമയമായി. മയ്യത്ത് കട്ടിലിൽ കിടത്തി ആളുകൾ ചുമന്നുകൊണ്ടുപോയി. കണ്ണീർ കണങ്ങൾക്കിടയിലൂടെ ഫാത്തിമ റളിയല്ലാഹു അൻഹു ആ രംഗം കണ്ടു. ഫാത്തിമ മോളുടെ പ്രിയപ്പെട്ട ഇത്താത്തയുടെ അന്ത്യയാത്ര. ഫാത്തിമ മോൾ വീണ്ടും തളർന്നു കിടന്നു. അപ്പോൾ ആരോ എന്തോ വിളിച്ചു പറയുന്നത് കേട്ടു. സ്ത്രീകളെല്ലാം അത് ശ്രദ്ധിച്ചു. ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ഖുറൈശി പ്രമുഖന്മാർ വധിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഉന്നത വിജയം നൽകി. ഇത് കേട്ടതും ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് കോരിത്തരിച്ചുപോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹു ഉപ്പയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിന്നു.